സൗദി പാകിസ്ഥാൻ ബന്ധം വലിയ രീതിയിൽ ആശങ്കകൾ ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഈ GCC രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് ഒരു അറബ് നാറ്റോ ഒക്കെ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളെ ഇന്ത്യക്കാരെ ഭയപ്പെടുത്തുന്നതല്ല, ഈ പാകിസ്ഥാൻ സൗദിയുമായി ബന്ധമുണ്ടാക്കുമ്പോൾ അവർ തമ്മിലുള്ള കരാർ ഏതെങ്കിലും രീതിയിൽ ഇന്ത്യക്ക് ആപത്തുണ്ടാകുമോ എന്നുള്ളതാണ് അവരുടെ ചോദ്യം. അതിന് ഇന്ത്യ എന്ത് പ്രതിരോധം തീർക്കും? ഇപ്പൊ പാകിസ്ഥാൻ ഒരു നാറ്റോ സഖ്യം ഉണ്ടാക്കണം, അറബ് രാജ്യങ്ങളുടെ ഒരു നാറ്റോ സഖ്യം ഉണ്ടാക്കണം എന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. എന്താണ് പാകിസ്ഥാന്റെ അത്തരം ഒരു എന്താ പറയുക ഒരു നിലപാടിന്? പാകിസ്ഥാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കണമെങ്കിൽ അതിൽ എന്തെങ്കിലും കുഴിത്തരുമ്പും ബുദ്ധി ഉണ്ടാകും, അത് ഉറപ്പാണ്. എന്താണ് ആ ഒരു നിലപാടിന് പിന്നിൽ? പാകിസ്ഥാൻ ഇപ്പോ ആത്മരക്ഷയ്ക്ക് വേണ്ടി ലോകത്തിന് മുമ്പിൽ ഒരു ഷോ കാണിക്കാൻ വേണ്ടി സൗദി അറേബ്യയുടെ കാൽക്കൽ ചെന്ന് കുമ്പിട്ട്, എന്നിട്ട് രണ്ടുപേരും കൂടി അയ്യോ പാവം പറഞ്ഞിട്ട്, അപ്പോൾ സുൽത്താൻ അവിടുത്തെ മുഹമ്മദ് ബിൻ സൽമാൻ ഉണ്ടല്ലോ, MBS, അദ്ദേഹത്തിനെ കൊണ്ടൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിച്ചാണ് പാകിസ്ഥാൻ ഞങ്ങളുടെ സഹോദരന്മാരാണ്, സഹോദര രാജ്യമാണ്, അവർക്ക് ആവശ്യമുള്ള പ്രതിസന്ധി ഘട്ടത്തിൽ ഞങ്ങളും സഹായിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കരാറ് ഒപ്പിട്ടോ ഇല്ലേന്ന് അറിയില്ല, എന്തായാലും ആ കരാർ ഉള്ളതായിട്ടൊരു പ്രസ്താവന നടത്തിച്ചു. അതെനിക്ക് തോന്നുന്നു ആപൽ ഘട്ടത്തിൽ ചെന്ന് കാല് പിടിച്ചാൽ, ഈ അറബികളുടെ ഒരു സ്വഭാവമാണത്, ചെന്ന് കാല് പിടിച്ചാൽ ആരെയും തട്ടിക്കളയില്ല, അത്രയേ ഉള്ളൂ. അത് ഗൗരവമായിട്ട് എടുക്കാൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ത്യയും അത് ഗൗരവമായിട്ട് എടുത്തിട്ടില്ല. പക്ഷേ ഇന്ത്യ വളരെ സൗമ്യമായി പ്രതികരിച്ചിട്ടുണ്ട്. ഇന്ത്യ പ്രതികരിച്ചത് പാകിസ്ഥാന്റെ സ്റ്റേറ്റ്മെന്റ് വന്നു, പാകിസ്ഥാൻ വിദേശകാര്യ വകുപ്പിന്റെ. ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഞങ്ങളും സൗദി അറേബ്യയും തമ്മിൽ വലിയ ഒരു പരസ്പര സഹായ കരാർ ഉണ്ടാക്കിയിരിക്കുന്നു. അല്ല, ഇന്നലെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിന്റെ ഒരു പ്രസ്താവന വന്നു, നമ്മളെ തൊട്ടാൽ ഇനി സൗദി ഉണ്ട്. അത് തന്നെ. അപ്പോൾ അവർ പറയുന്നത് ഇതാണ്, ഇനി ഞങ്ങളെ തൊടുമ്പോൾ സൂക്ഷിക്കണം, നമുക്കുള്ളതാണത്, ഇന്ത്യക്കുള്ളതാണ്. ഞങ്ങളെ തൊട്ട് കളിച്ചാൽ ഇനി സൗദി അറേബ്യയെ ആക്രമിച്ചതിന് തുല്യമായി അവർ കണക്കാക്കും എന്ന് പറഞ്ഞാൽ, ഞങ്ങളെങ്ങാനും ആരെങ്കിലും ഉപദ്രവിച്ചാൽ സൗദി അറേബ്യ വന്ന് തിരിച്ചടിക്കുന്ന അതിന്റെ അർത്ഥം. പക്ഷെ ഇന്ത്യ വളരെ മനോഹരമായിട്ട് തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ എപ്പോഴും അങ്ങനെയല്ല, വളരെ സൗമ്യമായിട്ടാണ് പറഞ്ഞത്. ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്, ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള കരാറ് സൗദി അറേബ്യ മറക്കരുത്. ഞങ്ങളുമായിട്ടുള്ള കരാറുണ്ട് 3 മേഖലയിൽ. പ്രതിരോധ മേഖലയിലുണ്ട്, സാമ്പത്തിക മേഖലയിലുണ്ട്, ഊർജ്ജ മേഖലയിലുണ്ട്. സാമ്പത്തിക മേഖലയിൽ എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലയിലും ഉണ്ടത്. അതുകൊണ്ട് ആ കരാറ് മാന്യമാണ്, സഹോദര്യത്തോടെ ഉള്ളതാണ്, ദീർഘകാലത്തേക്കുള്ളതാണ്. ആ കരാറിൽ എന്തെങ്കിലും മാറ്റം ഞങ്ങൾ ഇതുവരെ വരുത്തിയിട്ടില്ല. സൗദി അറേബ്യ അങ്ങനെ വല്ല മാറ്റവും വരുത്തുന്നുണ്ടെങ്കിൽ പറയണം. അപ്പൊ ഇപ്പോൾ ഉണ്ടാക്കുന്ന കരാറിൽ എന്താണ് അർത്ഥമുള്ളത്? ഇതേ ധാരണ എന്ന് പറഞ്ഞാൽ ഈ പ്രതിരോധം, ഊർജം, സാമ്പത്തികം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിൽ കരാർ ഉണ്ടാക്കുന്നതിന് അർത്ഥമുണ്ട്. എന്താ കാര്യം? ഇന്ത്യ ഈ മേഖലയിലൊക്കെ നേടിയ പുരോഗതി സൗദി അറേബ്യക്ക് ഉപയോഗപ്പെടുത്താം. കാരണം സൗദി അറേബ്യ വളർച്ചയുടെ ഘട്ടത്തിലാണ്. സൗദി അറേബ്യയുടെ സാമ്പത്തികം ഉൾപ്പെടെയുള്ള എല്ലാ മേഖലയിലും പ്രതിരോധം ഉൾപ്പെടെ അവരെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്നത് ഇന്ത്യക്കും ഉപകാരപ്പെടും. ഇങ്ങനെ വല്ല സഹായവും പാകിസ്ഥാനെ കൊണ്ട് സൗദി അറേബ്യക്ക് കിട്ടാനുണ്ടോ? പാകിസ്ഥാനുമായിട്ട് സൗദി അറേബ്യ കരാറുണ്ടാക്കിയിട്ട് ആർക്ക് എന്ത് കിട്ടാൻ? ആലോചിച്ചു നോക്കും. അപ്പൊ സൗദി അറേബ്യ മണ്ടത്തരമൊന്നും ചെയ്യും തോന്നുന്നില്ല. മണ്ടത്തരം ചെയ്യുകയില്ല എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നാണ് ഇന്ത്യ ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഞങ്ങളുമായിട്ട് ധാരണയുണ്ടല്ലോ, ആ കരാർ ഓർമ്മയുണ്ടല്ലോ, അത് മാന്യമായി പാലിച്ചു വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ, അപ്പോ സൗദി അറേബ്യയുടെ ഭാഗത്തു നിന്ന് വന്നൊരു വിശദീകരണം, സൗദി അറേബ്യ പറഞ്ഞിട്ടുള്ളത് അത് പ്രാദേശികമായ ഒരു സഹകരണത്തിന്റെ പ്രശ്നമാണ്. ഏതാ ഈ പ്രദേശം? സൗദി അറേബ്യക്ക് പ്രാദേശികമായ സഹകരണത്തിന് പാകിസ്ഥാന്റെ സഹായം ആവശ്യമുണ്ടോ? ഇല്ല. സൗദി അറേബ്യ ആരെങ്കിലും ആക്രമിക്കുന്നു, യമൻ പിന്നെ ഹൂത്തികൾ ആക്രമിക്കുന്നു, ഇറാൻ ആക്രമിക്കുന്നു, ആരെങ്കിലും എന്തെങ്കിലും ഒരു ക്രൈസിസ് വന്നാൽ ഈ പാകിസ്ഥാനെ കൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ? അപ്പൊ പിന്നെ ആർക്കാണ് ആ പ്രാദേശികം? പാകിസ്ഥാന് നേരെ പ്രാദേശികമായി എന്തെങ്കിലും ആക്രമണം വന്നാൽ രക്ഷിക്കുന്നാണല്ലോ, സഹായിക്കുന്നാണല്ലോ പറയുന്നത്. അങ്ങനെ ആവുമ്പോൾ അതേ പ്രാദേശിക രക്ഷ ഇന്ത്യക്കും തരേണ്ടതല്ലേ? ഇപ്പൊ തരണമല്ലോ സൗദി അറേബ്യ. അത് ആ ഘട്ടത്തിലാണ് ഇന്ത്യ ചോദിച്ചത്. ഇതേ കരാറുകളൊക്കെ എത്രയോ കാലമായി മാന്യമായി തുടർന്നു വരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അത് സൗദി അറേബ്യക്ക് ഓർമ്മയുണ്ടല്ലോ എന്ന് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. അത് സൗദി അത് പരിഗണിക്കുന്നു. എനിക്ക് തോന്നുന്നത് ഇതിലൊന്നും ഒരു അർത്ഥമില്ല. കാരണം ഇസ്ലാമിക രാജ്യങ്ങൾ നാറ്റോ ഉണ്ടാക്കും, ഇസ്ലാമിക രാജ്യങ്ങൾ ഈ പറഞ്ഞ യൂറോപ്യൻ യൂണിയൻ ഉണ്ടാക്കും എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമില്ല. അവർക്ക് വേണമെങ്കിൽ ഒന്നിച്ചു പോകാവുന്ന എത്ര മേഖലകളുണ്ട്, എത്ര കൂട്ടായ്മ അവർക്കുണ്ട്. അവർക്ക് ഇപ്പോൾ GCC രാജ്യങ്ങൾക്ക് അറിയാലോ, ഗൾഫ് കോപ്പറേഷൻ കൗൺസിൽ ഉണ്ട്, അവർക്ക് GCC നേരത്തെ ഉണ്ട്. അതുപോലെ OPEC രാജ്യങ്ങളുണ്ട്, എണ്ണ ഉൽപ്പാദിപ്പിച്ച് കയറ്റി അയക്കുന്ന രാജ്യങ്ങൾ.
ആ രാജ്യങ്ങൾക്ക് കൂട്ടായ്മയുണ്ട്. അറബ് ലീഗ് ഉണ്ട്, മുസ്ലിം അറബ് ലീഗ് എന്ന് പറഞ്ഞാൽ അറബ് രാജ്യങ്ങളുടെയൊക്കെ കൺട്രിയാണ്. അതുപോലെ വേൾഡ് ഈ റാബിത്തത്തുൽ ആലമിൽ ഇസ്ലാമി എന്നൊക്കെ പറഞ്ഞിട്ട് ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മ വേറെയുണ്ട്. മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളുടെ കൂട്ടായ്മ വേറെയുണ്ട്. വല്ല ഗുണമുണ്ടോ? ആലോചിച്ച് നോക്കൂ. ഇവരൊന്നും തമ്മിൽ പരസ്പരം സഹകരിക്കുമെങ്കിൽ, അവർക്ക് ആ സഹകരണത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടെങ്കിൽ ഫലസ്തീനി കിടന്ന് നിലവിളിക്കാൻ തുടങ്ങി എത്ര കാലമായി? എത്ര കാലമായി? ഇപ്പോൾ ഈ ഏകപക്ഷീയമായി എന്ന് പറയാവുന്ന മട്ടിൽ കഴിഞ്ഞ 2 കൊല്ലമായി ഇസ്രായേൽ ഫലസ്തീൻ ഗസയിൽ നേരെ ആക്രമണം നടത്തുമ്പോൾ ഈ ഭീകരവാദികളെ പിന്തുണക്കാൻ ഞങ്ങളില്ല എന്ന നിലപാടല്ലേ എല്ലാവരും എടുത്തത്, എല്ലാ അറബ് രാജ്യവും എടുത്തത്. ഒരു ഘട്ടത്തിൽ പലസ്തീൻ പ്രശ്നം സജീവമാക്കിയതിലും അല്ലെങ്കിൽ അത് ഒരിക്കലും തീരാതെ കൊണ്ടുപോയതിലും ഒക്കെ അറബ് രാജ്യങ്ങൾക്ക് പങ്കില്ല. ഇപ്പോൾ ഇവിടെ പോയി. അതുകൊണ്ട് അറബ് രാജ്യങ്ങളൊക്കെ കരാറുണ്ടാക്കിയിട്ട് ഇനിയിപ്പോൾ ഫലസ്തീനെ സഹായിക്കാത്ത സൗദി അറേബ്യയാണ് വന്നിട്ട് പാകിസ്ഥാനെ സഹായിക്കുന്നത്. ഒരു കാര്യമില്ല. മാത്രമല്ല, ഇന്ത്യയെ പിണക്കാൻ സൗദി അറേബ്യ തയ്യാറാവില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം സൗദി അറേബ്യ ഇന്ത്യയുടെ സഹായം സൗദി അറേബ്യക്ക് വലിയ തോതിൽ ആവശ്യമുണ്ട്. പാകിസ്ഥാനികളെ സൗദി അറേബ്യക്ക് ആവശ്യമുള്ളത് ഈ കൂലിവേലക്കാണ്. അവിടുത്തെ ഏറ്റവും കൂടുതൽ പാവങ്ങളായ പണിക്കാർ ജോലി ചെയ്യുന്നത് പാകിസ്ഥാൻകാരുണ്ട്, വലിയ തോതിലുണ്ട്. പക്ഷേ ഇന്ത്യക്കാരും അതിലേറെ ഉണ്ട്. പക്ഷെ ഇന്ത്യക്കാരുള്ളത് പലപ്പോഴും വളരെ ഉയർന്ന സ്കിൽഡ് ആയിട്ടുള്ള ജോലികളിലാണ്, വൈദഗ്ധ്യമുള്ള ജോലികളിലാണ് ഇന്ത്യക്കാരുള്ളത്. അപ്പോൾ ഇന്ത്യക്കാരെ കൊണ്ട് എന്തായാലും പാകിസ്ഥാനികളെക്കാൾ ഉപകാരമുണ്ട് സൗദി അറേബ്യക്ക്. വേറൊന്ന്, ഇന്ത്യൻ കമ്പനികളിലായിട്ട് നല്ല ഇടപാടുകളുണ്ട്. ഇന്ത്യയിലെ ഇപ്പോൾ പ്രധാനപ്പെട്ട കമ്പനികൾ, ഈ ഇന്ത്യയിലെ IT മേഖലയിൽ പ്രധാനപ്പെട്ട കമ്പനികൾക്കൊക്കെ സൗദി അറേബ്യയിലെ ഓഫീസ് ഓട്ടോമേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലുള്ളവരുണ്ട്. ഇപ്പൊ നമ്മുടെ കമ്പനികൾ, പല കമ്പനികളും, ഇൻഫോസിസ്, ടാറ്റ, ഇവരുണ്ടല്ലോ, എന്താ ടാറ്റ കൺസൾട്ടൻസി ഉൾപ്പെടെ L&T. ഇപ്പോൾ കൺസ്ട്രക്ഷൻ മേഖലയിൽ L&Tക്ക് ഒരുപാട് കരാറുകളുണ്ട്. ഇന്ത്യൻ കമ്പനികൾ, ഇൻഫോസിസിന് കരാറുകളുണ്ട്, ടാറ്റക്ക്. മാത്രമല്ല, സൗദി മാർക്കറ്റിൽ നമുക്ക് സൗദികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാറുകളിൽ ഒന്നെന്ന് വെച്ചാൽ വലിയ അമിത ഭാരം വഹിക്കുന്ന വാഹനങ്ങൾ കൊട്ടേഷൻ കൊടുക്കുമ്പോൾ അവർ ആദ്യം ആലോചിക്കുന്ന വാഹനങ്ങളിൽ ഒന്ന് ടാറ്റയുടെ വണ്ടികളാണ്. കാറുകളല്ല, നമ്മൾ സാധാരണ പാസഞ്ചർ കാറുകളല്ല, ട്രക്ക് പോലുള്ള വാഹനങ്ങൾ. അതായത് ഭാരം വഹിക്കുന്ന വലിയ ഹെവി വെഹിക്കിൾസിന് കരാർ കൊടുക്കുമ്പോൾ അവർ ഇന്ത്യൻ കമ്പനികളെയാണ് പരിഗണിക്കുക. പ്രത്യേകിച്ച് ടാറ്റ വാഹനങ്ങൾക്ക് വലിയ വിശ്വാസ്യതയാണ്. അപ്പോൾ അത്തരത്തിൽ സൗദി അറേബ്യക്ക് എന്നാ ഒരു പാകിസ്ഥാൻ കമ്പനിയിൽ നിന്ന്, പാകിസ്ഥാൻ കമ്പനി എവിടെ കാറ്, പാകിസ്ഥാൻ കമ്പനിക്ക് എവിടെ ട്രക്ക്, പാകിസ്ഥാനിൽ നിന്ന് ഇന്നിപ്പോൾ സൗദി അറേബ്യക്ക് ഒന്നും ആവശ്യമില്ല. ഭീകരരെ കിട്ടും. അത് കിട്ടിയെന്ന് വരും. ഇപ്പോൾ ഭീകരവാദികളെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് കൊട്ടേഷൻ വിളിച്ചാൽ അവർ വന്നോളും എന്നല്ലാതെ. അതുകൊണ്ട് അതിനെക്കുറിച്ച് പേടിക്കേണ്ട യാതൊരു ബേജാറുമില്ല എനിക്ക് തോന്നുന്നു. കാരണം അതിപ്പോ ചെന്ന് കൈയും കാലും പിടിക്കുമ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റെങ്കിലും തരണം എന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രസ്താവന കൊടുത്തിട്ടുണ്ടാവും. അത്രേ ഉള്ളൂ എൻ്റെ കാര്യം. അതിലപ്പുറത്ത് ഇന്ത്യക്ക് യാതൊരു ഭീഷണിയും അതിൽ ഇല്ല എന്നാണ് ഇന്ത്യയുടെ ഈ സ്റ്റേറ്റ്മെന്റ് തന്നെ കാണിക്കുന്നത്. ഇന്ത്യ പറയുന്നുണ്ട്, മാന്യമായ കരാറാണ് ഞങ്ങൾ തമ്മിലുള്ളത്, ഇത്രയും കാലം സൗദി അറേബ്യ ഇത് പാലിച്ചിട്ടുണ്ട്, ഇനിയും പാലിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ വന്ന് ഇന്ത്യയെ ചൊറിഞ്ഞാലും സൗദി അറേബ്യ വരില്ല എന്നതിൻ്റെ അർത്ഥം. തീർച്ചയായിട്ടും ഒക്കെ വളരെ ക്ലിയറാണ്. ഓക്കെ.